وآخرين منهم لما يلحقوا بهم وهو العزيز الحكيم. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശ്രമിച്ചു. മഹാന്മാരായ സഹാബാക്കൾ സജ്ജരായി. അവർക്ക് ശേഷം അല്ലാഹു തആല ലോകാവസാനം വരെയും ഖുർആനിനെയും പ്രവാചക മഹച്ചരിതത്തെയും സുരക്ഷിതമായി നിലനിർത്താനും അതിനെ നല്ല നിലയിൽ പഠിച്ച് പകർത്തി പ്രചരിപ്പിക്കാനും യോഗ്യരായ വ്യക്തിത്വങ്ങളെ തയ്യാറാക്കാനും അല്ലാഹു തീരുമാനിച്ചു. അതിലെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് മഹാനായ ഹസൻ ബസരി മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് കഴിഞ്ഞ മജ്ലിസിൽ പറയപ്പെട്ടു. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ഈ ലോകത്തോട് വിട പറഞ്ഞു. തുടർന്ന് ഈ സമുദായത്തിന്റെ നേതൃത്വത്തിന് അള്ളാഹു മുമ്പോട്ട് കൊണ്ടുവന്ന ഒരു മാതൃകാ വ്യക്തിത്വമാണ് മഹാനായ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിക്ക് ശേഷം സമുദായത്തിൽ മോശമായ ചില അവസ്ഥകൾ ഉണ്ടായി. അതിനെ തിരുത്താൻ ഉന്നതരായ വ്യക്തിത്വങ്ങൾ മുന്നിൽ വന്നു. സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു, മുഹമ്മദ് ഇബ്നു സീരീൻ റഹ്മത്തുള്ളാഹി അലൈഹി തുടങ്ങിയ മഹാന്മാർ. ഇതിൽപ്പെട്ട വളരെ ഉന്നത സ്ഥാനം കരസ്ഥമാക്കിയ ഒരു മഹാനാണ് ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ ദീനിന്റെ കാര്യങ്ങൾ നല്ല നിലയിൽ പഠിക്കുകയും അതിനെ സ്വന്തം ജീവിതത്തിൽ പകർത്തുകയും കഴിവിന്റെ പരമാവധി ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തു. വലിയ ഉപദേശങ്ങൾ നടത്തുമായിരുന്നു. അതിലൂടെ ജനങ്ങൾക്കിടയിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമായിരുന്നു. ദുന്യാവിന്റെ നശ്വരത, ജീവിതത്തിന്റെ ഉറപ്പില്ലായ്മ, പരലോകത്തിന്റെ പ്രാധാന്യം, ഈമാനിന്റെ മഹത്വം, സൽക്കർമ്മങ്ങളുടെ ഗുണങ്ങൾ, തഖ്വയോടും ഭയഭക്തിയോടും കൂടിയുള്ള ജീവിതം, അമിത പ്രതീക്ഷ പുലർത്തുന്നതിനെ കുറിച്ചും മനസ്സിന്റെ ചതിയെക്കുറിച്ചുമുള്ള തിരിച്ചറിവ് എന്നീ കാര്യങ്ങളായിരുന്നു മഹാനവറുകൾ പ്രധാനമായും പ്രഭാഷണം നടത്തിയിരുന്നത്. ഒരിക്കൽ അരുളി, ജനങ്ങളെ, നിങ്ങളെല്ലാവരും ഇന്നത്തെ അവസ്ഥ മനസ്സിലാക്കണം. ഓരോരുത്തരെയും അവരവരുടെ അഭിലാഷങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ബാഹ്യമായ വാക്കുകൾ മാത്രമാണ് ജനങ്ങളിൽ കാണപ്പെടുന്നത്. സൽക്കർമ്മങ്ങൾ കുറഞ്ഞിരിക്കുന്നു. അറിവുണ്ട്, ക്ഷമയില്ല, വിശ്വാസമുണ്ട്, ദൃഢതയില്ല, ധാരാളം എണ്ണമുണ്ട്. പക്ഷെ ഈമാനികമായ ബുദ്ധി വളരെ വളരെ വിരളമാണ്. ജനങ്ങളുടെ പോക്കുവരവിന്റെ ശബ്ദമെല്ലാം ഞാൻ കേൾക്കുന്നു. പക്ഷെ ആരുടെയും മനസ്സുകൾ ആരെയും ആകർഷിക്കുന്നില്ല. ഉപദേശിച്ചു. ഒരു സത്യവിശ്വാസി നമസ്കാരത്തിൽ ഭയഭക്തിയുള്ളവനും അതിലേക്ക് ധൃതി കാണിക്കുന്നവനുമായിരിക്കും. വിശ്വാസിയുടെ വചനം രോഗശമനത്തിനും സമാധാനത്തിനും വഴിതെളിക്കും. വിശ്വാസിയുടെ ക്ഷമ തഖ്വയിലേക്കും നിശബ്ദത ഈമാനിയായ ചിന്തയിലേക്കും നോട്ടം ഗുണപാഠങ്ങളിലേക്കും നയിക്കും. വിശ്വാസി വിജ്ഞാനം തേടി പണ്ഡിതന്മാരുടെ സന്നിധിയിലെത്തും. പാപങ്ങളിൽ നിന്നും അതിന്റെ ശിക്ഷയിൽ നിന്നും രക്ഷ തേടി നിശബ്ദത പാലിക്കും. സംസാരം കൊണ്ട് പ്രതിഫലവും മറ്റ് പ്രയോജനങ്ങളും ലക്ഷ്യമിടുന്നതാണ്. നന്മയിൽ സന്തോഷിക്കും,
തെറ്റ് സംഭവിച്ചാൽ പാപമോചനം തേടും. മറ്റുള്ളവർക്ക് പരാതിക്കിടയാക്കുന്നതോ ഹൃദയം വേദനിക്കുന്നതോ ആയ കാര്യങ്ങൾ തന്നിൽ നിന്നും സംഭവിച്ചു പോയാൽ മാപ്പ് ചോദിക്കുന്നതിൽ മടി കാണിക്കുകയില്ല. ഒരിക്കൽ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാനത്തിൽ പറയപ്പെട്ട മുൻഗാമി മുഅ്മിനീങ്ങളുടെ ഗുണങ്ങൾ, സഹാബാക്കളുടെ ഗുണങ്ങൾ അത് വിശകലനം ചെയ്തുകൊണ്ട് ഇപ്രകാരം അരുളി: ആദ്യകാല മുഅ്മിനുകൾ സഹാബാക്കിറാം അള്ളാഹുവിൽ നിന്നുള്ള ദൗത്യം ലഭിച്ചപ്പോൾ അവർ അതിനെ ഉടനെ അംഗീകരിച്ചു. അതിലുള്ള യഖീൻ, ദൃഢവിശ്വാസം അവരുടെ ഹൃദയാന്തരങ്ങളിൽ പ്രതിഷ്ഠ നേടി. അവരുടെ ഹൃദയം, ശരീരം, കണ്ണ് എല്ലാം അള്ളാഹുവിന് മുന്നിൽ കുനിച്ചു. അള്ളാഹുവിൽ സത്യം, ഞാൻ അവരെ കാണുമ്പോൾ ദീനിന്റെ യാഥാർത്ഥ്യങ്ങളും അദൃശ്യമായ കാര്യങ്ങളും അവരുടെ കണ്ണുകൾ കണ്ടുകൊണ്ട യാഥാർത്ഥ്യങ്ങളെ പോലെ എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. സഹാബാക്കളെ കാണാൻ ഭാഗ്യമുണ്ടായവർക്കാണ് താബിഈങ്ങൾ എന്ന് പറയുന്നത്. അതിലെ നായകനാണ് ഹസൻ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി. സഹാബാക്കളെ വർണ്ണിക്കുന്നു. അള്ളാഹുവിൽ സത്യം, സഹാബത്ത് ഒരിക്കലും തർക്കവിതർക്കങ്ങളിൽ തൽപരരായിരുന്നില്ല. അള്ളാഹുവിൽ നിന്നും ലഭ്യമായിരുന്ന കാര്യങ്ങൾ അപ്പടി അംഗീകരിച്ചുവെന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഫുർഖാനിന്റെ അവസാനത്തിൽ അല്ലാഹു തആല അറിയിച്ചത് ആ മഹാന്മാരെ പറ്റിയാണ്. മഹാനവറുകൾ ജനങ്ങൾക്ക് മുന്നിൽ മാത്രമല്ല, നേതാക്കന്മാരോടും അധികാരികളോടും സത്യം തുറന്നു പറയുമായിരുന്നു. പ്രത്യേകിച്ചും ജനങ്ങളുടെ ദുസ്വഭാവങ്ങൾ, കപടന്മാരുടെ ദുർഗുണങ്ങൾ വളരെ നല്ല നിലയിൽ മനസ്സിലാക്കി കൊടുക്കുമായിരുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹം മഹാനരുടെ മേൽ വർഷിക്കുമാറാകട്ടെ. നിരവധി ദീനിയായ പരിശ്രമങ്ങൾ നടത്തി ഹിജ്റ 110 മഹാനവറുകൾ വഫാത്തായി. അതിനുശേഷവും അല്ലാഹു തആല ധാരാളം വ്യക്തിത്വങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നു. മഹാനായ ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അതിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ്. 4 മദ്ഹബിന്റെ ഇമാമുകളിലെ നായകനാണ് ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി. ആഴമേറിയ അറിവുണ്ടായിരുന്നു. മനസ്സ് വളരെ പരിശുദ്ധമായിരുന്നു. ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുന്നതിൽ യാതൊരു വീഴ്ചയും വരുത്തിയിരുന്നില്ല. ഒരു ഭാഗത്ത് ദീനിയായ ഇൽമ വളരെ നല്ല നിലയിൽ പഠിപ്പിച്ചിരുന്നു, പ്രചരിപ്പിച്ചിരുന്നു. അതിലൂടെ വലിയ വലിയ പണ്ഡിത മഹത്തുക്കൾ മുമ്പോട്ട് വന്നു. ഇമാം അബൂ യൂസുഫ്, ഇമാം മുഹമ്മദ് തുടങ്ങിയ വലിയ വലിയ മഹത്തുക്കൾ മുമ്പോട്ട് വന്നു. മറുഭാഗത്ത് അധികാരികളെയും തിരുത്താൻ കാര്യമായി പരിശ്രമിച്ചിരുന്നു. അവരോടും കാര്യങ്ങൾ അറിയിക്കാൻ നല്ല നിലയിൽ ശ്രദ്ധിക്കുകയുണ്ടായെന്ന് മാത്രമല്ല, പലപ്പോഴും ആ കാര്യത്തിൽ മുന്നിൽ നിന്നുകൊണ്ട് നായകത്വം നൽകി. അല്ലാഹു തആല മഹാനവറുകളുടെ പരിശ്രമം, അതിന്റെ ഫലം ഇന്ന് നിലനിർത്തിയിരിക്കുന്നു. തുടർന്ന് വന്ന വലിയൊരു വ്യക്തിയാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം സുന്ന. ഈ കാലഘട്ടത്തിൽ തത്വശാസ്ത്രങ്ങളുടെ വേലിയേറ്റം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുകയുണ്ടായി. ബുദ്ധിപരമായ കാര്യങ്ങളെ പറ്റിയുള്ള പറച്ചിലും ബുദ്ധി മാത്രമാണ് ശരിയെന്നുള്ള ചിന്താഗതിയും വന്നു. ഈ സമയത്ത് ഹിജ്റ 164 ജനിച്ച് ദീനിയായ കാര്യങ്ങൾ നല്ല നിലയിൽ പഠിച്ച് അതിനെ മാനസികമായി ഉൾക്കൊണ്ട് ജനങ്ങൾക്കിടയിലേക്ക് വന്ന വ്യക്തിയാണ് മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. അന്ന്
മുഅ്തസിലിയാക്കൾ എന്ന് പറയുന്ന വലിയൊരു വിഭാഗം മോശമായ കാര്യങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു. അതിനെതിരിൽ മഹാനവറുകൾ വളരെ ശക്തമായി നിലയുറപ്പിച്ചു. അധികാരികളും മുഅ്തസിലിയാക്കളുടെ കാഴ്ചപ്പാടിൽ വീണുപോയിരുന്നു. മഹാനവറുകൾ ശക്തമായി പ്രതികരിച്ചതിനാൽ മഹാനവറുകളെ തടവിൽ ഇടപെടുകയും കഠിനമായ ശിക്ഷ നൽകുകയും ചെയ്തു. പക്ഷെ അല്പം പോലും വ്യത്യാസമില്ലാതെ ദീനിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്ന് പോരാടി അവസാനം ഈ ലോകത്തിൽ നിന്നും വിട പറഞ്ഞു. ജനങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ ജനാസയിൽ കാര്യമായി ഒഴുകി വന്നു പങ്കെടുക്കുകയുണ്ടായി. 8 ലക്ഷം ആളുകളാണ് പങ്കെടുത്തത്. പുരുഷന്മാരായിട്ട് 60,000-ഓളം സ്ത്രീകളും പങ്കെടുത്തു എന്ന് മഹാന്മാർ വിവരിക്കുന്നു. തുടർന്ന് വന്ന വലിയൊരു മഹാനാണ് ഇമാം അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി. ഇസ്ലാമിക വിശ്വാസത്തെ ശരിയായ നിലയിൽ ക്രോഡീകരിക്കുകയും അതിനെ ജനങ്ങൾക്ക് മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്ത വലിയ ചിന്താശക്തിയും വൈജ്ഞാനിക നൈപുണ്യമുള്ള മഹാപുരുഷനായിരുന്നു ഇമാം അബുൽ ഹസൻ അശ്അരി റഹ്മത്തുള്ളാഹി അലൈഹി. ഇസ്ലാമിന്റെ മധ്യമമായ കാഴ്ചപ്പാട്, പ്രത്യേകിച്ചും വിശ്വാസ കാര്യങ്ങളിൽ മധ്യമമായ നിലപാട് മഹാനവറുകൾ ജനങ്ങൾക്ക് മുമ്പാകെ കാട്ടിക്കൊടുത്തു. ഇതേ മേഖലയിൽ തന്നെ പരിശ്രമിച്ച് വലിയ സേവനം കാഴ്ചവെച്ച മറ്റൊരു മഹാനാണ് ഇമാം അബൂ മൻസൂർ മാതുരീദി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകളും ഇസ്ലാമിക വിശ്വാസത്തെ വളരെ നല്ല നിലയിൽ ക്രോഡീകരിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് നാം എല്ലാവരുടെയും നായകന്മാരായി വിശ്വാസ വിഷയങ്ങളിൽ, അഖീദയുടെ വിഷയങ്ങളിൽ അബുൽ ഹസൻ അശ്അരി, അതുപോലെ അബൂ മൻസൂർ മാതുരീദി റഹ്മത്തുള്ളാഹി അലൈഹി, ഈ രണ്ടാലും മഹാന്മാരെ പിൻപറ്റണമെന്ന് നമ്മളുടെ മഹത്തുക്കൾ ഉലമാക്കൾ ഉപദേശിക്കുന്നത്. ഈ 2 മഹാന്മാരുടെയും വലിയ പരിശ്രമത്തിലൂടെയാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ക്രോഡീകരിക്കപ്പെട്ട് നല്ല നിലയിൽ മുമ്പോട്ട് വന്നത്. ഇതിനിടയിൽ വലിയ വലിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായെങ്കിലും അല്ലാഹു തആല മഹാന്മാരിലൂടെ അതിനെയെല്ലാം നേരിടുകയുണ്ടായി. തുടർന്ന് വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മഹാപുരുഷനാണ് ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകളെ പറ്റി പ്രത്യേകം പറയേണ്ടതുണ്ട്. അതുകൊണ്ട് അടുത്ത മജ്‌ലിസിൽ ഇൻഷാ അല്ലാഹ് പറയപ്പെടും. ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില മഹാന്മാരിലൂടെയാണ് കടന്നുപോയത്. താബിഈങ്ങളുടെ നായകനായ ഇമാം ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി. അതിനുശേഷം വളരെ ഉന്നത സേവനങ്ങൾ കാഴ്ചവെച്ച ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി. തുടർന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. ഇതിനിടയിൽ പറയാൻ വിട്ടുപോയി വേറെ പ്രധാനപ്പെട്ടൊരു മഹാനാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. ഈ മഹാന്മാരുടെ എല്ലാം പ്രധാനപ്പെട്ട ശിഷ്യനാണ് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. ഈ 4 മഹാന്മാരാണ് കർമ്മശാസ്ത്രം ക്രോഡീകരിക്കുകയും ഉമ്മത്തിന് സമർപ്പിക്കുകയും ചെയ്തത്. അല്ലാഹു തആല ഇവരുടെ മദ്ഹബിനെ സ്വീകരിക്കുകയും മുസ്ലിമീങ്ങൾ ഈ 4-ൽ ഒരു മഹാന്റെ മദ്ഹബനുസരിച്ച് ജീവിക്കുന്ന അവസ്ഥാവിശേഷം സംജാതമാവുകയും ചെയ്തു. നമ്മുടെ നാട്ടിൽ ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി അല്ലെങ്കിൽ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മദ്ഹബ് അംഗീകരിച്ചവരാണ്. മറ്റ് സ്ഥലങ്ങളിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി തുടങ്ങിയ മഹാന്മാർ അവരുടെ മദ്ഹബനുസരിച്ച് ജീവിക്കുന്നു. ഇവർ 4 വ്യക്തികളെല്ലാം മറിച്ച് പണ്ഡിതന്മാരുടെ 4 കേന്ദ്ര ബിന്ദുക്കളാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിജ്ഞാനം ഇവർ ശേഖരിച്ചു. ഇതിനെ അവർ അടുത്ത തലമുറയ്ക്ക് കൈമാറി. ആ പണ്ഡിത വിഭാഗം നമുക്ക് അറിയിച്ചു തന്ന കാര്യത്തിനാണ് മദ്ഹബ് എന്ന് പറയുന്നത്. അതനുസരിച്ച് കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ അതനുസരിച്ച് ജീവിക്കൽ നിർബന്ധമാണ്. ഇതുപോലെ വിശ്വാസ വിഷയങ്ങളിൽ ഇമാം അബുൽ ഹസൻ റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം അബൂ മൻസൂർ മാതുരീദി റഹ്മത്തുള്ളാഹി അലൈഹി, ഈ മഹാന്മാരും അവരുമായി ബന്ധപ്പെട്ടവരും ക്രോഡീകരണം നടത്തി. ഇതിനാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്നത്. 4-ൽ ഒരു മദ്ഹബിനെ സ്വീകരിക്കുകയും അതുപോലെ തന്നെ വിശ്വാസ കാര്യങ്ങളിൽ ഈ മഹാന്മാരുടെ പണ്ഡിത സംഘം
അവർ ക്രോഡീകരിച്ചതുമായ കാര്യങ്ങളെ പിൻപറ്റി ജീവിക്കാൻ അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തൗഫീഖ് നൽകുമാറാകട്ടെ.